ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ MLA-യും നടനുമായ മുകേഷിന്റെ രാജിയെ ചൊല്ലിയാണ് LDF-ൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നത്. സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടയാൾ സ്ത്രീ സൗഹൃദ സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നതിൽ അപാകതയുണ്ടെന്നാണ് CPI-യുടെ നിലപാട്. എന്നാൽ കുറ്റക്കാരനെന്ന് കണ്ടെത്താത്തിടത്തോളം MLA പദവിയിൽ തുടരുന്നതിൽ തെറ്റില്ലെന്നാണ് CPIM പറയുന്നത്. നടൻ മുകേഷിനെതിരെ യുവതിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആംഗ്യവും വാക്പ്രയോഗവും നടത്തിയെന്ന വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത്. ഇതിനു പിന്നാലെയാണ് രാജി ആവശ്യം ശക്തമാക്കി മുന്നണിയിൽ നിന്ന് തന്നെ അഭിപ്രായമുയർന്നത്. തുടക്കം മുതലേ മുകേഷ് MLA പദവിയിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടത് ആനി രാജയായിരുന്നു. സ്ത്രീപക്ഷ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു നീക്കവും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തുടക്കത്തിലെ ആനി രാജ കൈക്കൊണ്ടു. സ്വമേധയാ മുകേഷ് മാറി നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ സർക്കാർ ഇടപെടണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു. ഈ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു MLA എന്ന നിലയിൽ മുകേഷിന് ഒരു ഡബിൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു കാരണവശാലും അദ്ദേഹം MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല. അങ്ങനെയല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറുന്നതിന് ആവശ്യപ്പെടുന്നു. മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് നിസ്സാര ആരോപണമല്ല. മുന്നണിയെ പ്രതിസന്ധിയിലാക്കാതെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. 354 ആണെങ്കിൽ പോലും ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ ആണെങ്കിൽ പോലും വളരെ സീരിയസ് ആയ ഒഫൻസാണ്. ആ കൂട്ടത്തിൽ റേപ്പിൻ്റെ വകുപ്പിട്ടുകൊണ്ട് ഒരു കേസെടുത്തിരിക്കുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആണ്. ഗവൺമെൻറ്റിനും മുന്നണിക്കും ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ മുകേഷ് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടുന്നത്. പൂർണ്ണമായും മുകേഷിനെ ന്യായീകരിക്കുന്നതായിരുന്നു CPIM നിലപാട്. നിലവിൽ ഉയർന്ന ആരോപണം ഗുരുതരമാണെന്ന് പറഞ്ഞ് EP ജയരാജൻ പക്ഷേ രാജി എന്ന ആവശ്യം തള്ളി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. അന്നൊന്നും ആരും രാജിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് 2 MLA-മാർ, ആ 2 MLA-മാർക്കെതിരെ ഇതിനേക്കാളും വലിയ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ MLA-മാർക്കും ഒരേ നിയമമാണ്, ഒരേ കാര്യമാണ് ബാധകം. ആരോപണത്തിന്റെ പേരിൽ രാജി ആവശ്യപ്പെടുന്ന കാര്യത്തിൽ മുന്നണിയിലും എതിരഭിപ്രായമുണ്ട്. നിലവിൽ രാജിവെച്ചാൽ അത് കീഴ്വഴക്കമായി മാറുമോ എന്നും രാഷ്ട്രീയ എതിരാളികൾ മുതലെടുപ്പിനായി ഉപയോഗിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. MLA സ്ഥാനം രാജിവെച്ചാലും ഇല്ലെങ്കിലും സിനിമാ കോൺക്ലേവിന്റെ തലപ്പത്തോ നയരൂപീകരണ സമിതിയിലോ മുകേഷിന്റെ പ്രാതിനിധ്യം വന്നാൽ അത് സർക്കാരിന് പോലും തിരിച്ചടിയാകും. ഇക്കാര്യത്തിൽ സംശയമില്ല. രാജി ആവശ്യത്തിൽ ഭിന്നാഭിപ്രായമാണെങ്കിലും സ്ത്രീപീഡന കേസിൽ പ്രതിസ്ഥാനത്തുള്ള മുകേഷ് മാറി നിൽക്കണമെന്ന കാര്യത്തിൽ LDF-ലെയും പ്രതിപക്ഷത്തെയും സ്ത്രീകൾ ഒരേ തട്ടിലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.